നാളെ ആദിലയും അനുവുമായിട്ട് മുട്ടനടി നടക്കുകയാണ്. ആദില അനു മാത്രമല്ല, എല്ലാവരും കൂടെ ഒരുമിച്ച് അനുവിൻ്റെ എതിരെ തിരിഞ്ഞിരിക്കുകയാണ്. എനിക്കറിയില്ല എന്താണ് അനുവിൻ്റെ പ്രശ്നം. കിച്ചണിൽ കയറിയ അനുവിൻ്റെ തലയിൽ കൂടെ എല്ലാം ഓടാൻ പാടുള്ളൂ. അനു വെച്ച് കഴിഞ്ഞാൽ അനു മാത്രമേ അത് വിളമ്പാൻ പാടുള്ളൂ. വേറെ ആരും തൊടാൻ പാടില്ല, എടുക്കാൻ പാടില്ല. എന്താണ് ഈ അനുവിൻ്റെ ശരിക്കുള്ള പ്രശ്നം? അതിൽ പറയുകയാണ് എല്ലാത്തിനും കൈയിട്ട് വാരൽ നിർത്താനു എന്നുവെച്ചാൽ എല്ലാത്തിനകത്തും താൻ വേണം എന്നുള്ള ഇൻവോൾവ്മെൻറ്റ്, താൻ ഫുഡ് ഉണ്ടാക്കിയാൽ താൻ മാത്രമേ കൊടുക്കാവൂ, വേറെ ആരും ചെയ്യരുത് എന്നുള്ള ഇൻവോൾവ്മെൻറ്റ് നിർത്ത്, കെട്ടിലമ്മ ചമയുന്നത് നിർത്താനാണ് അതിൽ പറയുന്നത്. അപ്പോൾ അനു പറയാണ് വെക്കാൻ അറിയാമെങ്കിൽ എനിക്ക് വിളമ്പാനും അറിയാം. ഈ ബാക്കിയുള്ളവർ വിളമ്പിയാൽ എന്താ പ്രശ്നം? ബാക്കി കിച്ചൺ ടീം വിളമ്പിയാൽ എന്താ പ്രശ്നം? അപ്പം അതിൽ ദേഷ്യപ്പെട്ടിട്ട് എന്നാൽ നീ എല്ലാം കൂടെ അണ്ണാക്കിലോട്ട് എടുത്തിട്ട് വായിലിട്ട് വെള്ളം ഒഴിക്കാൻ പറഞ്ഞ് ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട്. അനുമോളപ്പോൾ പറയാണ് പോയി ഊഞ്ഞാലിൽ പോയി ഇരിക്കാൻ. അപ്പോഴത്തേക്ക് അതിൽ പറയുന്നു ഊഞ്ഞാലിൽ പോയി ഇരിക്കണോ അതോ നന്മമരത്തിൻ്റെ അവിടെ പോയിട്ട് ക്യാമറ നോക്കി കരയണോ വേണ്ടത് ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ സാബുമാൻ വരെ ദേഷ്യപ്പെടുന്നുണ്ട്. ഇത് നിൻ്റെ മാത്രം റേഷനല്ല, എല്ലാവരുടെയും കൂടി റേഷനാണ്. നീ എന്തിനാണ് ആവശ്യമല്ലാതെ ഇത്രയും കിടന്ന് ഇൻവോൾവ് ആവുന്നത്? അതേപോലെ അക്ബർ ദേഷ്യപ്പെടുന്നു, ഇരട്ടത്താപ്പ് കാണിക്കാതെ അനു എന്തിനാണ് ഈ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? ഇത് ഈക്വലായിട്ട് കൊടുക്കാനുള്ളതല്ലേ എന്ന് ഷാനവാസിക്ക ചോദിക്കുന്നുണ്ട്. ഇതിനകത്ത് നിൻ്റെ കൂടുതൽ വക്കാലത്ത് വേണ്ട, ആവശ്യമുള്ളവർ അവർക്ക് ഇഷ്ടം പോലെ കഴിക്കും. നീ ഇത് പറയണ്ട, കൂടുതൽ നന്മമരം ചമയാൻ നിൽക്കണ്ട. ഉണക്കമരം എന്ന് പറഞ്ഞിട്ട് ആദിൽ ആ അനുവിന് വെച്ചിരുന്ന ആ ഫുഡ് കയറി പിടിക്കുകയാണ്. ഇവർ തമ്മിൽ പരസ്പരം വന്നിട്ട് വലിയൊരു പിടിവലി ആ ഒരു ഫുഡിനകത്ത്, ഒരു തോരൻ എന്തോ ആണ് വെച്ചേക്കുന്നത്, അതിനകത്ത് നടക്കുന്നുണ്ട്. എന്താണ് ഇവരുടെയൊക്കെ പ്രശ്നം? എന്താണ് അനുമോൾ ആദിലയുടെ അടുത്തുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ആദില മര്യാദയ്ക്ക് കിച്ചണിൽ വർക്ക് ചെയ്യത്തില്ല. കഴിഞ്ഞ ദിവസം ഇന്ന് നൈറ്റ് ആണെങ്കിലും ആദിലെ കുറേ കിടന്ന് അനുമോൾ വിളിക്കുന്നുണ്ട്. എപ്പോഴും ആദിലെ വിളിച്ച് പണിയെടുപ്പിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് പിന്നെ വിളമ്പാൻ വരുമ്പോൾ ഇവരൊക്കെ എന്തെങ്കിലും ഓവർ ആവുന്നുണ്ടാവും. എന്തായാലും അനുമോൾക്ക് അതങ്ങ് വിട്ടുകൊടുത്തൂടെ? ഈ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിനകത്തേക്ക് ഇത്രയും കിടന്ന് പിടിവലി കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ആ നെവിൻ്റെ ഫേസ് കാണണം. എന്തായാലും തേടി വള്ളി കാലിൽ ചുറ്റിയതുപോലെ എല്ലാത്തിനെയും അടുക്കളയിൽ നല്ല അടി ഉണ്ടാക്കിപ്പിച്ചു. കാരണം അവരെ കുറേ കുറ്റം പറഞ്ഞവരല്ലേ കഴിഞ്ഞ ആഴ്ച. ഇതിപ്പോൾ എന്ത് സമാധാനം പറയും ലാലേട്ടൻ വരുമ്പോഴത്തേക്ക്? ഈ ഇവരെല്ലാം കൂടെ ഒരു കൂട്ടുകെട്ടായിട്ട് നിന്നിട്ട് ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ അടിയിട്ട് ബഹളം വെച്ച് പിണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നില്ലേ? എല്ലാവർക്കും കളിയാക്കാനും ഇതുവരെ പറഞ്ഞിരിക്കുന്ന എല്ലാവർക്കും തിരിച്ചു വരാനുള്ളൊരു കാരണമായില്ലേ? എനിക്കറിയാം അനുമോൾ ഫാൻസ് ഒക്കെ കുറേ ഉണ്ട്. പക്ഷേ ഈ അനുമോൾ ഈ കാണിക്കുന്ന ഈ പ്രവൃത്തിയോടൊക്കെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എത്രത്തോളം നമുക്കിതൊക്കെ പറഞ്ഞിട്ട് കൺവിൻസ് ചെയ്യാൻ പറ്റും? ഇത് ശരിയാണെന്ന് എത്രത്തോളം നമുക്ക് പറയാൻ പറ്റും? എനിക്ക് തോന്നുന്നില്ല ഫുഡിൻ്റെ കാര്യത്തിൽ കാണിക്കുന്നത്.